ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് പല സ്ഥാപനങ്ങൾ, ഇപ്പം ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ തന്നെ പല ഡിവിഷനിൽ പല ഇതിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങളാരെങ്കിലും കൈക്കൂലി വാങ്ങാറുണ്ടോ? അപ്പം അത് ചില ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്, വാങ്ങാറുണ്ട്, നമ്മളൊക്കെ കാണുന്നതാണ്, ഇടയ്ക്ക് പിടി വീഴാറുമുണ്ട് അല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കെല്ലാവർക്കും, ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. അതിലുപരി ഇപ്പം ഒരു പാവങ്ങൾ വന്ന് ഓരോ കാര്യത്തിന് വരുമ്പോഴായിരിക്കും നമ്മൾ ഇത്ര രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള പറഞ്ഞ് കയറ്റി പലവട്ടം നമ്മൾ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന വ്യക്തിക്ക് ഓഫീസിലിരുന്നാൽ മതി. പക്ഷേ ആലോചിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ വിഷമം? ബസ് കയറി നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ പുള്ളിക്കാരൻ ദൂരം നിന്ന് വരായിരിക്കും. ഇപ്പം വരുന്നത് ബസ് കയറി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വെയിലത്ത് നടന്ന് നേരെ ഓഫീസിൽ വരുമ്പോഴായിരിക്കും പറയുന്നത് ഇന്ന് പറ്റത്തില്ല, അത് നാളെ പറ്റത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓഫീസറെ നിന്ന് സൈൻ വാങ്ങിക്കൊണ്ട് പോകേണ്ടതേ ഉള്ളൂ. അത് കൊടുക്കാതെ കയറ്റി ഇറക്കി എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെന്നുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിക്കേണ്ടത് എന്തെന്നറിയാമോ? ആ വരുന്ന ആളൊരു വ്യക്തി കൂലിപ്പണിക്കാരനായിരിക്കും, മൺവെട്ടാൻ പോകുന്ന, ഇപ്പം എന്തെങ്കിലും തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. അവർ എവിടെന്നെങ്കിലും പൈസ കഷ്ടപ്പെട്ട്, അവരുടെയൊക്കെ ശമ്പളം എത്രയായിരിക്കും? ആകെ കിട്ടുന്നത് ഒരു ദിവസം 500, 600, 700 ആയിരിക്കും. അതിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ചോദിക്കുന്ന 500, 600, 1000, 2000. അവർ വീണ്ടും അതിനെന്ത് ചെയ്യുമെന്ന് അറിയാം, പലിശയ്ക്ക് എടുത്തിട്ടായിരിക്കും വരുന്നത്. അത് നമ്മൾ വാങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകും. അത് നമുക്ക് ഒരിക്കലും ദഹിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്കുടെ പഠിത്തത്തിനോ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ, അതൊന്നും ദഹിക്കത്തില്ല. അത് നമ്മൾ ആദ്യം ആലോചിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഇങ്ങനെ വരും. അതുപോലെ തന്നെ എവിടെയെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് പണിയും തന്ന്, പിന്നെ ഇപ്പോൾ ഇവർ വന്ന് വിജിലൻസ് എന്തെങ്കിലും പിടിക്കുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ മീഡിയാസിൻ്റെ മുന്നേ നാണം കെട്ടു, എത്രയെടുത്ത് നമ്മളൊക്കെ കാണുന്നുണ്ടല്ലേ. പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, പിന്നെ എന്തൊക്കെയാണ് കേസ് നടന്ന്, പിന്നെ ചിലപ്പം കയറിയാലും നമ്മളെ നാണം കെട്ടില്ലേ നാട്ടിൽ. നമ്മൾ വീട് വെച്ചിട്ടുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും അതുവരെ പഠിച്ചതും, PSC എഴുതി അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ജോലി കിട്ടി, നമ്മളെല്ലാം വീടൊക്കെ വെച്ചാലും പിന്നീട് ഒരു സമയത്ത് ആൾക്കാർ പറഞ്ഞുണ്ടാക്കണം അവൻ കൈക്കൂലി വാങ്ങി. നിങ്ങളാകെ വാങ്ങിയത് ഒരു സമയത്തായിരിക്കും എന്തെങ്കിലും ഇത് വാങ്ങിയത് അല്ലേ. ഒരിക്കൽ നമ്മൾ നാറി കഴിഞ്ഞാൽ അത് നമ്മളെ വിലയെ പോയി. അതോ എല്ലാവരും ആലോചിക്കുക, നമ്മൾ ഒരിക്കലും സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യൂ. നമുക്ക് കിട്ടിയ ജോലിയിൽ നല്ല ശമ്പളം കിട്ടുന്നില്ലേ, അത് മതി, അങ്ങനെ ജീവിക്കൂ. ഇല്ലാതെ